2 ദിവസം മുൻപ് ഇന്ത്യക്ക് ഒരു കത്ത് കൈമാറിയിരുന്നല്ലോ. ഈ ഷെയ്ഖ് ഹസീനയെ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ഒരു കത്ത് കൈമാറിയിരുന്നു. അതിനാണ് ഇപ്പോൾ യൂനിസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, എന്തായാലും ഒരു ഇത്തരത്തിൽ ഈ കത്തുമായി ബന്ധപ്പെട്ട ഒരു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ പ്രതികരിച്ചില്ലെങ്കിൽ, ഉചിതമായ സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ തങ്ങൾ ഉചിതമായ ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് യൂനിസ് പറയുന്നത്. ഇന്ത്യക്കെതിരെ എന്തായിരിക്കും ബംഗ്ലാദേശിന്റെ നടപടി? നമ്മൾ മറുപടി കൊടുത്തല്ലോ. കഴിഞ്ഞ ദിവസം ജയശങ്കർ പറഞ്ഞെന്നായിരിക്കുന്നത് നോ കമൻസ്. എന്ത് നടപടി എടുക്കാനാണ് ശ്രീത്തെ? ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രയത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം. അത് ഹസീന ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ആശ്രയത്തിൽ ജീവിക്കുകയും നമ്മൾ പറയുന്ന ലൈനിൽ എന്ത് ചെയ്യണമെന്നുള്ള പറയും നമ്മളുടെ ഒരു ലൈനിൽ പോയതുകൊണ്ട് ആ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് അല്ലെങ്കിൽ GDP ഒക്കെ വളരെ കൂടുതലായിട്ട് വന്നു. നമുക്കറിയത്തില്ല, ബ്ലൂ റാത്തിയോ എവിടെ പേരണ അയാൾ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം ഈ വ്യാജ ഈ ഇൻഡെക്സുകൾ ഉണ്ടാക്കത്തില്ലേ, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ്, അതുപോലെ പട്ടിണി രാജ്യങ്ങളുടെ, ഇത് അമേരിക്കയുടെ ഒരു സാധനം, അവർക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളെ പട്ടിണി രാജ്യമായിട്ട് പ്രഖ്യാപിക്കും. ഇതെല്ലാം ഓരോ ഏജൻസിയാണല്ലോ. അതിനകത്ത് നമ്മളെക്കാട്ടിൽ ആഹ്ലാദഭരിതമായിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിലായിരുന്നു ബംഗ്ലാദേശ്, പാകിസ്ഥാന്. മനസ്സിലല്ലോ, മലയാളി മാധ്യമങ്ങൾ വലിയ ആഘോഷമായി. മലയാളി മാധ്യമങ്ങൾ ഇവിടെ ഈ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ആഘോഷമാക്കുന്ന കുറെ ആൾക്കാർ ഇന്ത്യയിലുണ്ടല്ലോ. അവർക്ക് ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് അറിയാമല്ലോ. അപ്പൊ ഇതുപോലെ എല്ലാ രീതിയിലും വ്യാജമായിട്ട് ഒരു രാജ്യത്തിനെ തേജോവധം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ലോകത്തുടനീളം ഇങ്ങനെ കൊണ്ടുവരുന്നതിനും ഒക്കെ ഉള്ളൊരു ശ്രമമുണ്ട്. ഇതുപോലുള്ള ഇൻഡെക്സുകൾ തീരുമാനിക്കുന്ന ഇതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ അമേരിക്ക അതിൻ്റെ പ്രധാനപ്പെട്ട അവിടെ ഏതെങ്കിലും ഒരു ഏജൻസി അങ്ങ് തീരുമാനിക്കും. അമേരിക്കയിലെ സായിപ്പന്മാർ പറയുന്നതുകൊണ്ട് ഇതിന്, അല്ലെങ്കിൽ അവരതിനൊരു അമേരിക്ക എന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് എന്തുവാ നമ്മളെ ഒരു ഇതുപോലൊരു സാധനം ഉണ്ടാക്കി ഒരു നമ്മളങ്ങ് എല്ലാത്തിനെയും പരിശോധിച്ചിട്ട് ഒരു ഇൻഡെക്സ് ഒക്കെ ഉണ്ടാക്കി ഇടുന്നവരെയുള്ള അതിന് ഇത്ര ഹൈലൈറ്റ് കിട്ടത്തില്ല. ഹിൻഡൻബർഗ് എന്തുമായിരുന്നു, അയാൾ ഒരു 3 പേരിരിക്കുന്ന വെട്ടിക്കട പോലെ സാധനത്തിനകത്തുനിന്ന് വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കുന്നു. ഹിൻഡൻബർഗ് അയാൾ ഇവനെതിരെ പറയുന്നു. അപ്പോൾ അത് സായിപ്പിൻ പറഞ്ഞതുകൊണ്ട് അമേരിക്ക എന്നുള്ള ഏജൻസി ആയതുകൊണ്ട് അത് പത്രങ്ങൾ വരുന്നു. അതനുസരിച്ച് ഇവിടുത്തെ നമ്മളെപ്പോലുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള മണ്ടന്മാർ ഇത് അയ്യോ അമേരിക്ക എന്ന് വന്ന് റിപ്പോർട്ടാകുമ്പോൾ വലിയ റിപ്പോർട്ടും ഇല്ല. ഇതെല്ലാം ഇവരുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് വരുന്നത്. അപ്പം നമ്മൾ ഈ കാര്യത്തിലേക്ക് വരാം. അപ്പം ഇവർ കുറേ ദിവസം കൊണ്ട് ഇയാൾ യൂനസിനെ ഏൽപ്പിക്കുന്നു, ഈ അട്ടിമറി നടത്തുന്നു. യൂനസ് എന്ന് പറയുന്ന ആരാ? ഇവിടുന്ന് നേരത്തെ ഷേഖ് ഹസീന രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി വളരെ കേസുകൾ കൊടുത്തിട്ട് ആ രാജ്യത്ത് കയറിയാൽ അകത്ത് കിടക്കുന്ന ഒരു ക്രിമിനലാണ്. ആ ക്രിമിനലിനെ അന്ന് തൊട്ടേ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവർക്ക് കൃത്യമായ ബന്ധമുണ്ട്. അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഘട്ടത്തിൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടിരിക്കുന്ന ആളായിരുന്നു യൂനസ്. അപ്പം ഇവിടെ അട്ടിമറി നടത്തുന്നതിന് വളരെ കാലം കൊണ്ട് ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്തിന്? അവിടെ ബേസ് വേണമായിരുന്നു. ബേസ് എന്തിനാ? ഇന്ത്യ വിട്ടു നോക്കാൻ. ഇന്ത്യയുടെ അടുത്ത് ഇതാണല്ലോ, അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ചൈനയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് ലോകത്തുടനീളം പലയിടത്തും ബേസുകളുണ്ട്. അല്ല, ബേസുകളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ബേസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവരുടെ പട്ടാളത്തെ കൊണ്ട് അവരുടെ ഇഷ്ടത്തിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്കിടെ നമുക്ക് മറ്റു രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ട് അമേരിക്കയ്ക്ക് നിൽക്കാൻ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് അത് ഓരോ രാജ്യങ്ങൾക്കിടെ തിരിച്ചു വെക്കും. അപ്പം അതിന് അവിടെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപ് ചോദിച്ചു അവർ പറഞ്ഞ് കൊടുക്കാനൊക്കത്തില്ല. അതുപോലെ ഇവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, അവർക്ക് വിധേയപ്പെട്ട് പോകുന്ന അവസ്ഥയില്ല. അപ്പം ഇത് വൈരാഗ്യബുദ്ധിയോടുകൂടി ഇരുന്നിട്ട് അവർ അതിനകത്തുള്ള ആൾക്കാരെ ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉരുത്തിരിക്കാൻ ശ്രമിക്കുന്നത് പോലെ അതിനകത്തുള്ള ആൾക്കാരെ വളരെ കാലം കൊണ്ട് ഉരുത്തിരിക്കാൻ നോക്കി ഉരുത്തിരിച്ചെടുത്തു. അതിനുശേഷം അവിടെ മാറ്റം ഉണ്ടാക്കിയതിന് ശേഷവും ഈ ഉരുത്തിരിച്ചെടുത്ത അല്ലെങ്കിൽ അമേരിക്കയോ ചൈനയോ പാകിസ്ഥാനോ ഒക്കെ അവിടെ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇന്ത്യക്കെതിരെ പലവട്ടം ഇന്ത്യ ഉപദ്രവിക്കാൻ ഒക്കത്തില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അതിങ്ങനെ പറഞ്ഞ് നമ്മൾ കയറി ഉപദ്രവിക്കണം. നമ്മൾ കയറി ഉപദ്രവിച്ചാൽ നമ്മൾ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി ഇടപെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഇതല്ലല്ലോ, നമ്മൾ വേറെ രാജ്യത്തെ അങ്ങോട്ട് ഉപദ്രവിക്കത്തില്ലെന്നൊക്കെയുള്ള തച്ച് ലോകത്ത് മൊത്തം യുദ്ധം നടക്കുന്നിടത്ത് സമാധാന കരാറുമായിട്ട് പോകുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ തത്വതാന്ന് ലോകം മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മാത്രമല്ല UN ഇതിനകത്ത് നമുക്ക് അംഗത്വം വേണമെന്ന് ഒക്കെയുള്ള ഇതിൽ നിൽക്കുകയല്ലേ. ഇപ്പം ഇതിനൊക്കെ തടസ്സമാകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശിനെ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബംഗ്ലാദേശ് ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ ഹസീനയായിട്ട് നമ്മൾ, എനിക്ക് തോന്നുന്നു 2000 ആ കാലഘട്ടത്തിലെങ്ങാണ്ട് 2016 ആ കാലഘട്ടത്തിൽ ഒരു കരാറുണ്ടാക്കി ക്രിമിനൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യണം. ഇപ്പം നിയമവിദഗ്ധർ പറയുന്നത് ആ കരാറിനകത്ത്
ഈ പറയുന്ന രാഷ്ട്രീയക്കാർ വരത്തില്ല, ഇവർ രാഷ്ട്രീയക്കാരിയല്ലേ. അത് പക്ഷെ കൊലപാതക ഉൾപ്പെടെയുള്ള കേസുകളുള്ളവർ വരുമെന്ന് പറയും. ഇപ്പോൾ ഇവരുടെ പേര് കണ്ടുപോകാൻ കൊലപാതക കേസുണ്ട്, 200 കേസുകളാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കൈമാറണം, രാജ്യങ്ങൾ തമ്മിലുള്ളൊരു കരാർ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അപ്പം കൈമാറണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കത്ത് തന്നേക്കും. യാതൊരു കാരണവശാലും ഹസീനെ കൈമാറാൻ ഒക്കത്തില്ലല്ലോ, അത് കൈമാറത്തില്ലല്ലോ. പിന്നെ അവർക്ക് എന്തിനാ അവരെ അന്ന് അവിടെ ഇട്ടാൽ പോരായിരുന്നു? നമുക്ക് അവരെ രക്ഷിക്കേണ്ടെന്ന താല്പര്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ അവരെ അന്ന് അവിടെ വിട്ടുകൊടുത്താൽ മതിയായിരുന്നില്ല. അവരെ ഈ അക്രമകാരികൾ കൊന്നു കളഞ്ഞേനല്ലോ, അവരുടെ കുടുംബത്തെ മൊത്തം കൊന്നു കളഞ്ഞില്ല. അതിന് വേണ്ടിയല്ലേ വന്നത്? അത് മനസ്സിലാക്കി നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അവിടെ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ വളരെ കാലം കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യക്ഷത്തിലൊക്കത്തില്ല ചില. അതുകൊണ്ട് അവരെ അവിടെ നമ്മൾ രക്ഷിച്ചുകൊണ്ട് പോകുന്നില്ല. അവരുടെ ഒരു ചെറിയ സൈനിക വിമാനത്തിൽ നമ്മുടെ റഫേൽ വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ്. ആ സമയത്ത് പോലും അവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാ, ചൈനക്കാരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അത് ഇന്ത്യ ഇടപെട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യവും ഏറ്റവും അവസാനം ഈ ഹസീനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടാവും, അല്ലെങ്കിൽ ഇത് പ്രകോപനം ഉണ്ടാവും. നമ്മളവിടെ ചെന്നിട്ട് ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഔദ്യോഗികമായിട്ട് തന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് നമ്മളെന്തിനാ ഔദ്യോഗികമായിട്ട് ചെയ്ത്? ഇവിടെ ന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ട്, നമ്മൾ ചെല്ലുമ്പോൾ ലോകം മൊത്തം ശ്രദ്ധിക്കും. അപ്പോൾ ഈ രീതിയിൽ എല്ലാ രീതിയിലും ഇവരെടുക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശ് എടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ തയ്യാറെടുപ്പുകളെല്ലാം പാടിപ്പോയി. അപ്പം ഇപ്പം വീണ്ടും പാകിസ്ഥാൻ സൈന്യത്തെ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അരാക്കൻ ആർമി അവിടെ കയറി ഭൂരിപക്ഷം പ്രദേശം പിടിച്ചു. ഒരുപക്ഷെ ബംഗ്ലാദേശ് വരെ പിടിക്കാനുള്ള ശക്തി അവർക്കുണ്ട്. ആണ് അതിൻ്റെ പുറകിൽ അവരുടെ സൈനിക ഇതിൻ്റെ മിലിറ്ററി ഗ്രൂപ്പിൻ്റെ പുറകിൽ അമേരിക്കയുടെ ഫണ്ടിങ് ഉണ്ട്. ഇതുവരെ കയറാമെന്ന് പറഞ്ഞാൽ ട്രംപ് അതിനകത്ത് അനുവാദം കൊടുത്തിട്ടുണ്ട്. ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല, ട്രംപ് അധികാരത്തിൽ വന്നു കഴിയുമ്പോഴത്തേന് ഈ ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് കൃത്യമായ തീരുമാനം ഉണ്ടാവും, യൂനസിൻ്റെ കാര്യത്തിനകത്തും തീരുമാനം ഉണ്ടാവും. ഈ ബംഗ്ലാദേശിലെ വിഷയത്തിൽ കൃത്യമായ തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹസീനയും ട്രംപും ഒക്കെ തമ്മിൽ നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഇപ്പം നടന്നിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യം, ഒരു കലാപം ഒരു രാജ്യത്ത് നടന്നു. ആ രാജ്യത്ത് നടന്നതിന് ശേഷം ഒരു താൽക്കാലിക ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് ആ ഗവൺമെൻറ് സ്ഥിരമായ ഒരു ഗവൺമെൻറ്റിൻ്റെ കൂട്ടങ്ങ് പോകല്ലേ. അവരുടെ ഭരണഘടനാപരമായിട്ടൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. 3 മാസത്തിനകത്ത് ഇലക്ഷൻ നടത്തണമെന്നല്ല. ഇയാളെ സമാധാനത്തിന് നോബൽ സമ്മാനം ലോകത്തെ ഏറ്റവും കൊള്ളൂല്ലാത്തവന് കൊടുത്തു വെച്ചിരുന്നിട്ട് പോട്ടെ, ഇത് അവിടെ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണെന്ന് വെച്ചു ഇയാളെ സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുത്തുകൊണ്ട് ഇയാൾ അവിടെ തൽക്കാലമായിട്ടിരിക്കട്ടെ, കാര്യങ്ങൾ മാന്യമായിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു താൽക്കാലിക സർക്കാരിനെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ യൂനസ് എന്ന് പറഞ്ഞവൻ വന്നിട്ട് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ പണിയാണെന്നല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ ഈ ന്യൂനപക്ഷ വേട്ടയ്ക്കും ഈ മത രാജ്യം സൃഷ്ടിക്കാൻ പറ്റുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേ ഉള്ളത്. അതായത് അരാജകത്വം ലോകത്ത് എവിടെയൊക്കെ വിതരാൻ പറ്റുമോ അതിനുവേണ്ടിയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിൽ ഉരുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ന്യായമില്ലല്ലോ. ഇയാളെ കൊണ്ടുവന്ന ന്യായം എന്ന് പറഞ്ഞാൽ 3 മാസത്തിനകം അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും ജനാധിപത്യ രീതിയിൽ ആരെങ്കിലും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരാളിനെ നമുക്ക് ജനാധിപത്യ രീതിയിൽ ആ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരാൾ ഇരിക്കട്ടെ, അതിപ്പോ എത്ര നാളായി? ഇപ്പൊ എനിക്ക് തോന്നുന്നു വളരെ കാലമായല്ലോ, പറഞ്ഞ ഡേറ്റുകളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ആ രീതിയിൽ ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് അല്ലല്ലോ അത്. ഈ ന്യായം പറയുമ്പോൾ ഇപ്പൊ ഇയാൾ ഈ പറയുന്ന ഉചിതമായ തീരുമാനം എന്തോ തീരുമാനം ഇന്ത്യക്കെതിരെ എടുക്കാൻ വെക്കുന്നത്? വൃത്തിയായിട്ടൊന്ന് ശ്വാസം വിടാൻ പോലും ഒക്കത്തില്ലല്ലോ ഇന്ത്യ നോക്കി. അല്ലെങ്കിൽ അവിടെ എന്തോ തീരുമാനം നമ്മൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ തീരുമാനം നമ്മളിലൊക്കെ എടുക്കും? എവിടെ ഹസീന ഇരിക്കുന്നതെന്ന് അവിടെ നിന്ന് മുക്കി നോക്കിയാൽ അവർക്ക് ഇത്രയും കാലം കൂടെ നടന്നല്ലോ എന്തെങ്കിലും അറിയാൻ പറ്റിയോ? അപ്പോൾ തീരുമാനം ഇപ്പോൾ ആരെങ്കിലും ഏജൻസികളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഒരു ഗമയ്ക്ക് ഒരു കാര്യമൊക്കെ പറയാമെന്നുള്ളതല്ല. എന്ത് തീരുമാനം എടുക്കുക? നമ്മൾ തീരുമാനം എടുത്ത് അങ്ങോട്ട് കൊടുക്കും, അതനുസരിക്കാനുള്ള ബാധ്യതയുള്ളൂ. നമ്മൾ തീരുമാനം എടുക്കാൻ തുടങ്ങി ഇവനൊന്നും അവിടെ കാണത്തില്ല. കാരണം അത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കി നമ്മളൊരു വിഷയം ഉണ്ടാക്കി നമ്മുടെ ഇപ്പോഴത്തെ ഗ്രോത്തിനെ തടയുന്നതിന് വേണ്ടി ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനാണ് ബംഗ്ലാദേശിനെ ഉരുത്തിരിച്ചെടുത്തത്. പക്ഷേ അത് നമ്മുടെ അടുത്ത് നടക്കുന്നില്ല. മോദിയെ പോലുള്ള ബുദ്ധിയുള്ള വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ മുമ്പിൽ ഇതൊന്നും നടക്കുന്നില്ല. അപ്പം ഏതറ്റം വരെ പോയി നോക്കുകയാണ്. ഇപ്പം ഈ പറയുന്നത് പോലെ ഇവരെ ഉൾപ്പെടെ നമുക്കവിടെ സംവിധാനമുണ്ട്. ഈ അജ്ഞാതൻ സംവിധാനം അറിയാമല്ലോ, അത് ഉൾപ്പെടെ അവിടെ സെറ്റായി നിൽപ്പുണ്ട് ഈ പറയുന്ന ബംഗ്ലാദേശിൽ. അതേ രീതിയിൽ അലങ്കോലപ്പെട്ട് കിടക്കുക. ഇവനെ ഉൾപ്പെടെ തൂക്കിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനോ പറ്റും. അത് പക്ഷേ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം അരാക്കൻ ആർമി അവിടെ കയറിയതിൻ്റെ പോലും പേരുദോഷം നമുക്കാണ്. നമ്മളുടെ ഇടപെടിയില്ലാതെ കയറത്തില്ല. നമ്മളതിൻ്റെ പുറകിലാണ്. അജിത് ഡോവലിൻ്റെ പുറകിലാണ്, റോയൻ്റെ പുറകിലാണ്, RSSൻ്റെ പുറകിൽ ലോകം മൊത്തം ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് അതിന് കഴിയും, അല്ലെങ്കിൽ ഇന്ത്യ എത്ര വലിയ ഇതാണ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അറിയാം. ഏതായാലും ബംഗ്ലാദേശിൽ ഇപ്പം ഏറ്റവും അവസാനം ഏറ്റവും
71 സ്വാതന്ത്ര്യമാക്കിയ രാജ്യത്തെ പഴയ പടുതിയിൽ കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നു എന്ന് വേണ്ടി വളരെ പറയാൻ പറ്റും. അതായത് യൂനസ് അവിടെ പാകിസ്ഥാൻ പട്ടാളത്തെ പോലും വിളിച്ചകത്ത് കയറ്റി ആ രാജ്യത്തിൻ്റെ ഈ പരമാധികാരം പട്ടാളത്തെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ കയറിക്കഴിഞ്ഞാൽ ഇറങ്ങിയില്ലെങ്കിൽ അവരെ ഇറക്കാനുള്ള സംവിധാനം ഒന്നും ഇവരുടെ കയ്യിലില്ല. കാരണം അതിനുവേണ്ടിയുള്ള ഈ പറയുന്ന പട്ടാളമോ അതിനുള്ള സംവിധാനങ്ങളോ ഒന്നും ഉള്ള രാജ്യമല്ല. വളരെ തുലോമേ ഇതെല്ലാം ഉള്ളൂ. വേറെ നമ്മുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ലോകത്തിന് മുമ്പിൽ പോലും പിടിച്ചു നിൽക്കുന്നത്. കാരണം നമ്മൾ ശക്തമായ രാജ്യത്തിൻ്റെ പിന്തുണ ഉണ്ടായതുകൊണ്ട് ആ രാജ്യത്തിന് എപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. വേറെ ആരും കയറി ആക്രമിക്കത്തൊന്നുമില്ല. ഇപ്പം ഹസീന ഇരിക്കുന്ന സമയത്താണെങ്കിൽ അവരെ കയറി ആരെയും ഇതാക്കാൻ പോയാൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് പോലെ തോന്നിപ്പിച്ചുകൊണ്ട് നമ്മളെ സഹായിച്ചാൽ മതിയല്ലോ. അപ്പം ആ രീതിയിലേക്ക് ഇപ്പോൾ ബംഗ്ലാദേശിന് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ബംഗ്ലാദേശ് നശിച്ച് അതിൻ്റെ ഒരു മോശമായ അവസ്ഥയിലേക്ക് പോയി. ബംഗ്ലാദേശിനെ ഇനി നമ്മൾ ഭയക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിൽ ഈ പാകിസ്ഥാൻ്റെ കൂട്ട് തീവ്രവാദികളുടെ ഒരു കൂട്ടമാവും. അവരെ അവിടെ ഇവിടെ കൂടെ ഞൊഴഞ്ഞു കയറാനും വലിഞ്ഞു കയറാനും ഒക്കെ വരും. നമ്മളെ ഈ പറയുന്ന പോലെ ജിഹാദ് നടത്താൻ പറ്റും, പൊട്ടിത്തെറിക്കാൻ പറ്റും. അല്ല വേറെ രീതിയിലൊന്നും കാര്യമില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഇതിൻ്റെ അതിർത്തി സംരക്ഷണവും ഒക്കെ നമ്മളാക്കുന്നത്. പിന്നെ ഇവന് മറുപടി കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യമൊന്നുമില്ല. ചിലപ്പം ത്രിപുര മുഖ്യമന്ത്രിയോ വല്ല ഏൽപ്പിച്ച് മറുപടി പറയാനും സാധ്യതയുള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റാൾക്കാരോ മറുപടി പറയത്തക്ക രീതിയിലേക്കുള്ള ഒരു പോസ്റ്റിലിരിക്കുന്ന ആളല്ല യൂനിസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.